എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് ഫ്ലവർ അറേഞ്ച്മെന്റിൽ ഞാൻ കാണിച്ചിരുന്നു. ഇന്നും ഒന്ന് രണ്ട് ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഫ്ലവർ അറേഞ്ച്മെന്റിൽ വലിയ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ചെയ്തു തുടങ്ങിയ ഈ കല ഞാൻ മനസ്സിൽ കോറിയിട്ട ചില ഡിസൈനുകളാണ്. അങ്ങനെ മനസ്സിൽ കുത്തിവരച്ചിട്ട ചില വരകളെ കുറച്ച് പൂക്കളും ഇലകളും ചിലപ്പോൾ ചെതുക്കിച്ച തടികളും ചേർത്ത് ഒരുക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരനുഭൂതിയാണ്. ഈ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഇക്ബാന സ്റ്റൈൽ അറേഞ്ച്മെന്റ് ഇടാമെന്ന്. ഇനി വീഡിയോയിലോട്ട് പോകാം. ഇക്ബാന സ്റ്റൈൽ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ തുടക്കം ജപ്പാനിലാണ്. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് പുഷ്പാലങ്കാര കലയ്ക്ക് ഇക്ബാന എന്നാണ് പറയുന്നത്. ഏകദേശം 600 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഇക്ബാനയ്ക്ക് ജപ്പാനിൽ. നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രകൃതിയെ ഒരു ചെറിയ പൂപാത്രത്തിൽ ഒതുക്കി ഒരുക്കി നിർത്തുന്നു ഇക്ബാന. ബ്രിങ്ങിങ് നേച്ചർ ഇൻ യുവർ ടേബിൾ, അതാണ് ഓരോ ഇക്ബാന സ്റ്റൈൽ ഫ്ലവർ അറേഞ്ച്മെന്റും നമുക്ക് സമ്മാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയെ അതിന്റെ സ്വാഭാവികമായ സൗന്ദര്യത്തിൽ ആസ്വദിക്കാനുള്ള ഒരു മാർഗമാണ് ഇക്ബാന. ഇക്ബാനയുടെ ഒരു സാധാരണ തീം വളരെ കുറച്ചു പൂവുകളും ഇലകളും ഉപയോഗിച്ച് പുഷ്പാലങ്കാരം ഒരുക്കുക എന്നതാണ്. ഇത് ലാളിത്യത്തിന്റെയും
ഒപ്പം സന്തോഷത്തിന്റെയും ചിഹ്നമായി ഈ പുഷ്പാലങ്കാരം മാറണം. അങ്ങനെ ഇത് കാണുന്നവരുടെ മനസ്സ് നിറയ്ക്കാനും ഉള്ളിലൊരു പുഞ്ചിരി വിടർത്താനും ഇത് മതിയാവും. ഇക്ബാന സ്റ്റൈലിൽ നിറങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ശ്രദ്ധാപൂർവം നിറങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇലകൾക്ക് നടുവിൽ ഇരിക്കുമ്പോഴാണ് കടുനിറമുള്ള പൂക്കൾക്ക് ഭംഗിയുണ്ടാകുന്നത്. ഇന്ന് ലോകത്തെല്ലായിടത്തും വിവിധ ഇനം പൂക്കൾ കൊണ്ട് മുറികൾ, മോളുകൾ, പള്ളികളുടെയും ക്ഷേത്രങ്ങളുടെയും അങ്കണങ്ങൾ എന്നുവേണ്ട വിവാഹ ഫംഗ്ഷനുകളിലും ഈ പുഷ്പാലങ്കാരം സ്ഥലം പിടിച്ചു കഴിഞ്ഞു. ഇക്ബാന സ്റ്റൈൽ പുഷ്പാലങ്കാരത്തെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം മാത്രമേ ഈ വീഡിയോയിൽ വരുന്നുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ. വീഡിയോ ഫ്രം ബീനാസ് ഫൺ വേൾഡ്.